പൂക്കളുടെ ആകൃതിയും ഭംഗിയും അതിൻ്റെ ഗന്ധവും അല്ലെങ്കിൽ അതിൻ്റെ നല്ല മണവും ഇതാണല്ലോ ഒരു പൂക്കളെ അല്ലെങ്കിൽ ഒരു പൂവിനെ നമ്മിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ പൂക്കൾക്ക് നാം വിചാരിക്കുന്ന പോലെ ഭംഗി മാത്രമല്ല, ഒട്ടും ഭംഗിയില്ലാത്ത പുഷ്പങ്ങളുമുണ്ട്. ഒരു ഇലയുടെ അത്ര പോലും ഭംഗിയില്ലാത്ത എത്രയോ പുഷ്പങ്ങളുണ്ട്. ഈ കാണുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമുക്ക് പൂ തരുന്ന ഒരു ചെടിയാണ്. ഇത് കാണുമ്പോൾ ഒരു കാട്ടുചെടി എന്ന് മാത്രമേ തോന്നൂ, ഒരു ഓലച്ചെടി. ഇത് വർഷത്തിൽ ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഇതിന് ഏകദേശം 14 ദിവസത്തോളം വേണം ഒരു പൂവായി വിടരാൻ. ഇത് വിരിഞ്ഞു തുടങ്ങുന്നത് വളരെ മെല്ലെയാണ്, വളരെ സ്ലോയിൽ മാത്രം ഇത് വിരിഞ്ഞു തുടങ്ങി ഇതിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും അതിഭംഗിയാർന്ന രൂപം ഇതിന് കൈവരിക്കും. കടും ചുവപ്പ് നിറത്തിൽ ഇതിൻ്റെ ഉൾഭാഗവും ചെറിയൊരു വെള്ള നിറത്തിൽ ഈ പൂവിൻ്റെ പുറം ഭാഗവും കാണാനാവും. ഇത്രയും ഭംഗിയുള്ളൊരു പുഷ്പം വർഷത്തിലൊരിക്കലേ പൂക്കൂ എന്നത് തന്നെയാണ് ഏറെ നഷ്ടം. ഇത് സ്ഥിരമായി പൂക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ചെടിയൊക്കെ എല്ലാവരും വളർത്തിയേനെ. പക്ഷേ ഒരു വർഷത്തോളം കാത്തിരുന്നിട്ട് ഒരു പൂ ഉണ്ടാവുന്നതിൽ ആർക്കും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എങ്കിലും ചെടി വളർത്തുന്നവർക്കും അത് ഇഷ്ടമുള്ളവർക്കും വർഷത്തിൽ ഒരു പ്രാവശ്യം തന്നെ ഇതൊന്ന് പൂത്ത് കിട്ടിയാൽ മതി. അതിനായി ആ ആളുകൾ കാത്തിരിക്കും, അതിന് വളമിടും, അതിന് വെള്ളമൊഴിക്കും. അതായത് 360 ദിവസവും വെള്ളമൊഴിച്ചാൽ ഒരു 5-6 ദിവസം നമുക്ക് ഈ പൂ വിരിഞ്ഞു കാണാം എന്ന് മാത്രം. ഇതൊരു ഓലച്ചെടിയാണ്, കാട്ടുചെടി കൂടിയായിരുന്നു പണ്ടൊക്കെ. എന്നാൽ ഇപ്പോൾ കാടുകളില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു കാട്ടുചെടിയാണെന്ന് പറയാനും വയ്യ. എന്നാൽ വെള്ളം വേണം താനും ഈ ചെടിക്ക്. സ്ഥിരമായി നനച്ച് നട്ടു വളർത്തിയാൽ വർഷത്തിൽ ഒരിക്കൽ നമുക്ക് പൂ തരും എന്നുള്ളത് ഉറപ്പു തന്നെയാണ്. ഏറ്റവും ഭംഗിയാർന്ന പൂക്കൾ തരുന്ന ഈ ചെടി വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നായിരുന്നു.